ന്യൂമാഹി ഇരട്ട കൊലപാതക കേസിൽ കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പി പ്രേമരാജൻ. കേസിൽ സാക്ഷി നൽകാൻ പലരും തയ്യാറായിരുന്നില്ല. കൊടിസുനി അടക്കമുള്ള പ്രതികൾ പലരെയും ഭീഷണിപ്പെടുത്തി നിർത്തിയിരുന്നുവെന്നും പ്രേമരാജൻ 24-നോട് പറഞ്ഞു. തികച്ചും അവിശ്വസനീയവും അപ്രതീക്ഷിതവും വേദനാജനകവുമായ ഒരു വിധിയാണിത്. നീതിദേവതയുടെ മുന്നിൽ ഹാജരായി തിരിച്ചു വരുമ്പോഴാണ് ഈ രണ്ടുപേർ കൊല്ലപ്പെടുന്നത്. അപ്പീൽ കോടതിയെ സമീപിക്കും. മറ്റ് സാക്ഷികളുണ്ടായിരുന്നു. ഒരു ദൃക്സാക്ഷി മരണപ്പെട്ടു. മറ്റൊരു ദൃക്സാക്ഷി ഈ കൊടിസുനി ബോംബ് എറിയുന്നത് കണ്ടു എന്ന് പറഞ്ഞ ദൃക്സാക്ഷി കോടതി മുമ്പാകെ കൂറുമാറുകയായിരുന്നു. അയാളൊരു CPM പ്രവർത്തകന്. നമ്മുടെ പോലീസ് സിസ്റ്റം സംവിധാനം തന്നെ ഭയക്കുന്ന ഒരാളെക്കെതിരെ മൊഴി പറയാൻ 3 സാക്ഷികളെ കിട്ടി എന്ന് പറഞ്ഞത് തന്നെ പ്രോസിക്യൂഷന്റെ വലിയൊരു ഭാഗ്യമാണ്. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന്. നിഖിൽ, ഇന്നലെയാണ് തലശ്ശേരി കോടതി മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഈ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ തുടർന്നുള്ള നീക്കങ്ങളെ വിശദീകരിക്കുന്നത് എങ്ങനെയാണ് നിഖിൽ? റിജിത്ത്, വലിയ രാഷ്ട്രീയ കോളിളക്കമുണ്ടാക്കിയ ഒരു കേസാണ് 2010 നടന്ന ന്യൂമാഹി ഇരട്ട കൊലപാതക കേസ്. കോടതിയിൽ വന്ന് മടങ്ങിപ്പോകുന്നതിനിടെ, ബൈക്കിൽ മടങ്ങിപ്പോകുന്നതിനിടെ 2 പേരെ കല്ലായി ചുങ്കത്ത് വെച്ച് BJP RSS പ്രവർത്തകരായിട്ടുള്ള വിജിത്ത്, ഷിനോജ് എന്നിവരെ ബോംബ് എറിഞ്ഞ ശേഷം വെട്ടിക്കൊലപ്പെടുത്തിയെന്ന കേസിലാണ് ജീവിച്ചിരിക്കുന്ന 14 പ്രതികളെയും വെറുതെ വിടുന്ന സാഹചര്യം കോടതിയിൽ ഉണ്ടായത്. മതിയായ തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് കോടതിയുടെ കണ്ടെത്തൽ. എന്തായാലും ഈ വിധി അങ്ങേയറ്റം നിരാശാജനകമാണ് എന്ന് പറയുന്നതിനൊപ്പം തന്നെ നിശ്ചയമായും ഹൈക്കോടതി കേസിൽ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ കേസിന്റെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ടുള്ള പി പ്രേമരാജൻ വ്യക്തമാക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഈ കേസിൽ വലിയ രാഷ്ട്രീയ സ്വാധീനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, രാഷ്ട്രീയ അതിപ്രസരം ഉണ്ടായ ഒരു കേസാണിത്. കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കുന്ന കാലത്താണ് ഈ കേസ് നടക്കുന്നത്. ആ സമയത്ത് തന്നെ സാക്ഷി പറയാൻ പോലും ആളെ കിട്ടാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. കോടതി നിരീക്ഷിച്ച ഒരു കാര്യം, ഈ കേസിൽ മുഴുവൻ സാക്ഷികളും BJP RSS പ്രവർത്തകരാണെന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നത് 3 പേരെങ്കിലും സാക്ഷി പറയാൻ ഈ കേസിൽ കിട്ടിയത് വളരെ ഭാഗ്യമായി പ്രോസിക്യൂഷൻ കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ സാക്ഷി പറയാൻ വരെ ആളുകൾ ഭയപ്പെട്ടിരുന്നുവെന്നും വലിയ രീതിയിലുള്ള ഭീഷണി ഇതിൽ സാക്ഷി പറയാൻ തയ്യാറായ ആളുകൾക്കും അന്വേഷണ ഉദ്യോഗസ്ഥർക്കും എല്ലാം ഉണ്ടായിരുന്നു എന്ന് കൂടിയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ എത്രയും വേഗം നിയമവിദഗ്ധരുമായി സംസാരിച്ച് കുടുംബവുമായൊക്കെ സംസാരിച്ച് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്നാണ് ഈ കേസിലെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ടുള്ള പി പ്രേമരാജൻ വ്യക്തമാക്കുന്നത്. ശരി, നിഖിൽ പ്രമേഷ് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.